KSRTC ഡ്രൈവറോട് കയർത്ത സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കും എതിരെയാണ് കേസ്. KSRTC ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, എന്തായാലും കോടതി പരാതി പോലീസിന് കൈമാറി കേസെടുക്കണമെന്ന നിർദ്ദേശം മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ പോലീസിന് കേസെടുക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മേയർക്കും MLAയ്ക്കുമെതിരെ ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഏതെല്ലാം വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്? വിശദാംശങ്ങൾ. രോഹിണി, അല്പസമയം മുമ്പാണ് ഇതിൽ കേസെടുക്കാൻ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ വിവാദമുണ്ടായി ഒട്ടേറെ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരോ ഇതിൽ ഒരു നടപടിയെടുക്കുവാൻ അല്ലെങ്കിൽ കേസെടുക്കുവാൻ ഒരു നടപടി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, മേയറുടെ പരാതിയിൽ കേസെടുക്കുകയും ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കേസെടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് യദു കോടതി സമീപിക്കുന്നത്. കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കേസെടുക്കാനായിട്ട് ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഗുരുതരമായ കുറ്റമാണ് ഇരുവരും ചെയ്തത്. അതായത് ഒരു സർക്കാർ വാഹനം വഴിയിൽ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് മാത്രമല്ല, ഈ ഒരു ഉത്തരവാദിത്വ സ്ഥാനത്തിരിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും എന്നതാണ് ഇതിൽ ഈ കേസിന്റെ ഗൗരവം എന്ന് പറയുന്നത്. അതായത് ഒരാൾ MLA ആണെങ്കിൽ ഒരാൾ നഗരസഭയുടെ മേയറാണ്, നഗരത്തിന്റെ പരമാധ്യക്ഷയാണ്. ഇരുവരും ഉത്തരവാദിത്തമുള്ളവർ, സമൂഹത്തോട് ഒരു ബോധ്യമുള്ളവർ, ഉത്തരവാദിത്തമുള്ളവർ, ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരാണ് ഇത്തരത്തിൽ തെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കനത്ത ഒരു ശിക്ഷ കിട്ടണമെന്ന് തന്നെ നേരത്തെ പലരും സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ അഭിപ്രായപ്പെടുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു നടപടി എടുക്കുവാനോ അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകുവാനോ ഒന്നും തയ്യാറായതുമില്ല. എന്നാൽ ഇവരെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ യദുവിനെ കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഒട്ടേറെ എതിർപ്പുകൾ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കോടതി സമീപിക്കുന്നത്. അതിന് പിന്നാലെയാണ് കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുവാനായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി വന്നിരിക്കുന്നത്. ഏതായാലും വലിയ തിരിച്ചടിയാണ് ഇത്. സർക്കാരിന് കൂടി ഒരു വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLA അടക്കം MLAയ്ക്ക് ഒരു വലിയ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല പ്രശാന്ത്, നമുക്ക് ഇത് അറിയാവുന്ന കാര്യം കൂടിയാണ്. കാരണം ഇത്രയധികം വിവാദം ഉണ്ടായിട്ടും മേയറെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് പോലീസ് തുടർന്ന് വന്നത്. അതിന് ഉതകുന്ന രീതിയിലായിരുന്നു പോലീസ് പല ഭാഗത്തും പല സമയത്തും പ്രതികരിച്ചതും. പക്ഷേ ഇപ്പോൾ കോടതി ഇടപെടൽ വന്നതോടെ ഗത്യന്തരമില്ലാതായിരിക്കുകയാണ് പോലീസിന്. തുടർന്ന് ഏതൊക്കെ രീതിയാണ്, അതായത് പൊതുഗതാഗത സംവിധാനത്തെ തടസ്സപ്പെടുത്തി സർവീസ് തടസ്സപ്പെടുത്തുക, മേയർ അധിക്ഷേപ വാക്കുകൾ ചൊരിയുക, ഇതൊക്കെ യദുവിൻ്റെ ഭാഗത്തു നിന്ന് പരാതിയായി വന്നിരുന്നു. അങ്ങനെ പോലീസിന് കേസെടുക്കേണ്ടി വന്നു. എന്തായാലും നമുക്കറിയാം, ഏറെ വിവാദം സൃഷ്ടിച്ച ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴാണ് ശരിക്കും തുല്യനീതി കിട്ടിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും രോഹിണി, തുല്യനീതി ഉറപ്പാക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതുമില്ല. നമുക്കറിയാം, 8.5 മണിക്കൂർ 9 മണിക്കൂർ യാത്ര ചെയ്തു വന്ന ഒരു ഡ്രൈവറെയാണ് വഴി തടഞ്ഞു നിർത്തുകയും അതുപോലെ തന്നെ അതിനുശേഷം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും പകലോളം നേരം വെളുക്കുന്നത് വരെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് ഒരു KSRTCയുടെ ഡ്രൈവർ, അതായത് യാത്ര അവസാനിപ്പിക്കുവാൻ പോലും സമ്മതിക്കാതെ, മാത്രമല്ല യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടുകൊണ്ടിരുന്നതോടെയാണ് ഇവർ സ്വീകരിച്ചത്. ഡ്യൂട്ടി അവസാനിപ്പിക്കാൻ പോലും ഒരു സാഹചര്യം ഒരുക്കിയതേയില്ല. ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഇവർ രണ്ടുപേരും അതിന് തയ്യാറായതുമില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് മണിക്കൂറുകളോളം അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചിരുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി പരാതി നൽകുന്നത്. എന്നാൽ ആ പരാതിയിൽ നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല, ഈ സച്ചിൻ ദേവിന്റെ MLAയുടെയും അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രന്റെയും പരാതിയിൽ നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ യദുവിന്റെ പരാതി സ്വീകരിക്കുവാൻ പോലും പോലീസ് തയ്യാറായതുമില്ല. ഇവരെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാടാണ് ഈ പോലീസിന്റെ ഭാഗത്തുണ്ടായത്. പലതവണ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു ഒരു നിഷ്ക്രിയത്വം ഈ വിഷയത്തിൽ ഉണ്ടാകുകയും ചെയ്തു. മാത്രമല്ല, യദുവിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തെ പരമാവധി
ദ്രോഹിക്കുന്ന രീതിയിലേക്ക് ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് നേരിട്ട് കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, പരാതി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുല്യനീതി ഉറപ്പായിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുവാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു വലിയൊരു തിരിച്ചടി സർക്കാരിന് കൂടിയാണ് ഈ തിരിച്ചടിയാകുന്നത്. മാത്രമല്ല പോലീസിന്റെ ഒരു നിഷ്ക്രിയത്വത്തിന് കൂടിയാണ് ഈ തിരിച്ചടി ഉണ്ടാകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നത്. അതായത് നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് നിയമം പാലിക്കേണ്ട നിയമവ്യവസ്ഥയെ അനുസരിക്കേണ്ട രണ്ട് ഭാഗത്തു നിന്നും വലിയ ഗുരുതരമായ ഒരു അച്ചടക്ക ലംഘനം ഉണ്ടാകുകയും ചെയ്തു. മാത്രമല്ല സമൂഹത്തിന് മാതൃകയാവേണ്ടവരാണ് ഇവരെല്ലാവരും. സമൂഹത്തിന്റെ പൊതുജനങ്ങൾക്ക് മാതൃക കാണിക്കേണ്ട ഇവർ, നമുക്ക് അറിയാം, ഈ തമിഴ് സിനിമകളിലേക്ക് അനുസ്മരിക്കുന്ന വിധം റോഡിലേക്ക് വരികയും വണ്ടിയെ, സർക്കാർ വാഹനത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പൊതുമധ്യത്തിൽ വെച്ച് ഒരു സർക്കാർ ജോലിക്കാരനെ അല്ലെങ്കിൽ ഒരു സർക്കാർ ബസിന്റെ ജീവനക്കാരനെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക്. അതെ പ്രശാന്ത്, നമുക്കറിയാം ഈ കാര്യത്തിൽ തികഞ്ഞ അധികാര ഗർവും ധാർഷ്ട്യവും തന്നെയാണ് മേയർ പൊതുനിരത്തിൽ കാണിച്ചത്. മേയറെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ അവർക്കതിന്റെ അധികാര പരിധി ഉപയോഗിച്ച് തന്നെ ബന്ധപ്പെടാവുന്ന ഉദ്യോഗസ്ഥർ തന്നെ തിരുവനന്തപുരം നഗരപരിധിയിലുണ്ട്. അതൊന്നും ചെയ്യാതെ നടു റോഡിലൊരു റോഡ് ഷോ തന്നെയാണ് മേയറും സച്ചിൻ ദേവ് MLAയും കാണിച്ചത്. പക്ഷേ യദുവിൻ്റെ പരാതിയൊക്കെ പാടെ അവഗണിക്കുന്ന ഒരു നിലപാടായിരുന്നു പോലീസ് തുടക്കം മുതൽ സ്വീകരിച്ചത്. ഇതൊരു കൗണ്ടർ കേസ് മാത്രമെന്ന് വരുത്തി തീർക്കാനായിരുന്നു പോലീസിന്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കോടതി നിർദ്ദേശത്തോടുകൂടി പോലീസ് കേസെടുക്കുമ്പോൾ അതിലെന്തെല്ലാം ആരോപണങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ? രോഹിണി, അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് ഈ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ സച്ചിൻ ദേവനും തിരിച്ചടിയാകുന്ന രീതിയിലേക്കായിരിക്കും ഇനി ചെന്നെത്തുക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഗുരുതരമായൊരു വകുപ്പുകൾ അല്ലെങ്കിൽ ഇതിൽ പൊതുമധ്യത്തിൽ വെച്ച് അവഹേളിക്കുക മാത്രമല്ല സർക്കാർ ജീവനക്കാരന്റെ ജോലിയെ തടസ്സം നിൽക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഇവർ കടക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ളതിലേക്കായിരിക്കും കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ കോടതിയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കേസെടുക്കണം എന്നൊരു നിർദ്ദേശം വന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും അതിൽ വകുപ്പുകൾ ചുമത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നില്ല. അതിനുശേഷമാണ് പിന്നീട് ഇത്തരത്തിൽ ഈ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഒരു നടപടിയിലേക്ക് പോലീസും കൂടി നീങ്ങുന്നത്. എന്തായാലും വലിയ ഒരു തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സർക്കാരിനും ഇതൊരു നാണക്കേടായിട്ട് മാറുന്ന ഒരു അവസ്ഥയുമുണ്ട്. നേരത്തെ തന്നെ ഈ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വലിയ എതിർപ്പിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കോടതിയിൽ സമീപിക്കുകയും കോടതിയിൽ നിന്നൊരു നീതി ലഭിക്കുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ തിരിച്ചടിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രതിരോധിക്കുവാനുള്ള പല മാർഗങ്ങളും ഇവർ അവലംബിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ടൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് കൂടി വന്നിരിക്കുന്നത്. രോഹിണി, പ്രശാന്ത്, അത് മാത്രമല്ല FIRന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് പോലീസ് പറയുന്നത്. ഈ നിലവിലെ ബസ്സിൽ, പരാതിയുള്ള ബസ്സിലെ CCTV ക്യാമറയുടെ DVR യൂണിറ്റിലുള്ള മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞതിലൂടെ തെളിവുകൾ നശിപ്പിക്കാൻ ഇടയാക്കി എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണവും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതെല്ലാം കനത്ത തിരിച്ചടിയിലേക്കാണ് നീങ്ങുന്നതെന്നുള്ള കാര്യം വ്യക്തമല്ലേ? രോഹിണി, തീർച്ചയായും. അതായത് മെമ്മറി കാർഡിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് സർക്കാരിന്റെ ഒരു സ്വാധീനം കൊണ്ട് തന്നെയായിരുന്നു ഇത്, അല്ലെങ്കിൽ ഈ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തിയതാണെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയരുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല ഇതിൽ ഈ സംഭവം നടക്കുന്ന ദിവസം തന്നെ സച്ചിൻ ദേവ് MLA വാഹനത്തിൽ കയറി അതായത് KSRTC ബസ്സിനുള്ളിലേക്ക് പ്രവേശിക്കുകയും മറ്റു യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് തന്നെ യദു തന്നെ പറയുകയുണ്ടായിരുന്നു. അതായത് എന്നാൽ അത്തരം ദൃശ്യങ്ങളൊന്നും നമുക്ക് കൈവശമില്ലായിരുന്നു. ദൃശ്യങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ഇത്തരം ദൃശ്യങ്ങളെല്ലാം വാഹനത്തിൽ കയറുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ദൃശ്യങ്ങളെല്ലാം ആ CCTV ക്യാമറയിലാണ് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല ഇതിൽ CCTV ക്യാമറയും അതുപോലെ ഡാഷ്ബോർഡ് ക്യാമറയിലെല്ലാം ഉള്ള ദൃശ്യങ്ങൾ ഇതിനൊരു തെളിവ് ആകേണ്ട ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും പ്രശാന്ത്, എന്തായാലും ഇപ്പോൾ നിലവിൽ പോലീസിന്റെ FIR റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്
പ്രതികൾ വാഹനം ഏതു രീതിയിലാണ് തടഞ്ഞത് എന്ന് മാത്രമല്ല രണ്ടാം പ്രതി ബസ്സിനുള്ളിൽ കയറി ആവലാതിക്കാരനെയും മറ്റ് ബസ് യാത്രക്കാരെയും അധിക്ഷേപിക്കുക ചെയ്തു. രണ്ടാം പ്രതി വളരെ മോശം ഭാഷയിൽ ബസ് ഡ്രൈവറോട് പെരുമാറി എന്നുള്ളതെല്ലാം തന്നെ കൃത്യമായി എഴുതി ചേർത്തിട്ടുണ്ട് എഫ്ഐആറിൽ. രോഹിണി, തീർച്ചയായും KSRTC ബസ്സിനുള്ളിലേക്ക് പ്രവേശിക്കുകയും മാത്രമല്ല ബസ് തടഞ്ഞു നിർത്തുകയും അതുപോലെ തന്നെ ആവലാതിക്കാരനെ, അതായത് പരാതിക്കാരനെ അസഭ്യം പറയുന്ന രീതിയിലേക്ക് ചെന്നെത്തുകയും ചെയ്തു. മാത്രമല്ല ഔദ്യോഗിക കൃത്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായി. ഇത്തരത്തിലുള്ള മാത്രമല്ല തടസ്സപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ബസ് തടയുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഇവരുടെ പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഈ FIR റിപ്പോർട്ടിലടക്കം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഈ വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. RPC 101 അതുപോലെ തന്നെ അടക്കമുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ ഈ കേസ് കൂടി എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സർക്കാരിനും അതുപോലെ തന്നെ ഈ മേയർക്കുമെതിരെ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പ്രതിരോധ മാർഗങ്ങൾ പലതും ഇവർ ഈ വിഷയത്തിൽ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പല ഇത്തരത്തിലുള്ള സംഭവത്തെ ഇവർ ഈ മേയർക്കും അതുപോലെ തന്നെ മറ്റ് കൂടെ ഉണ്ടായിരുന്നവർക്കും എല്ലാം അനുകൂലമായിട്ട് നിന്നുകൊണ്ട് ഒരു പ്രതിരോധ മാർഗങ്ങൾ പലതും സൃഷ്ടിക്കുമെങ്കിൽ പോലും ആ സമയത്തെല്ലാം ഇത്തരത്തിലുള്ള മറ്റ് ദൃശ്യങ്ങൾ ഇതിനൊരു സഹായമാവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ പല മാർഗങ്ങൾ ഇവർ നോക്കുകയും ഇവിടെ ഈ മേയറുടെ അടക്കമുള്ള ഭാഗത്തു നിന്നും ഈ യദുവിനെ തെറ്റുകാരനാക്കുന്ന രീതിയിലൊക്കെ ഉള്ള സമീപനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരു ഉത്തരമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു FIR റിപ്പോർട്ടിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു അച്ചടക്ക ലംഘനം ഇരുവരുടെയും ഭാഗത്ത് ഉണ്ടായി എന്ന് തന്നെ FIR റിപ്പോർട്ടിൽ രജിസ്റ്റർ ചെയ്യുകയും റിപ്പോർട്ടിൽ പറയുകയൊക്കെ ചെയ്തിരിക്കുന്നു. എന്തായാലും ഇതൊരു വലിയ തിരിച്ചടി ഇരുവർക്കും ഒരു വലിയ തിരിച്ചടിയാകും. മാത്രമല്ല ഇതിനെ എങ്ങനെയാണ് ഇനി രാഷ്ട്രീയമായിട്ട് ഈ സർക്കാരും അതുപോലെ തന്നെ മേയറും അടക്കമുള്ള പ്രതിരോധിക്കുക എന്നതുകൂടിയായിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിൽ ഒരു വ്യക്തത കൂടി വിഷയത്തിൽ ഒരു വ്യക്തത കൂടി വരേണ്ടിയിരിക്കുന്നു. ഇതിൽ മേയർ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മേയറുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLA ഭാഗത്തുനിന്നുള്ള വിശദീകരണം കൂടി സമയത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ FIR ഇട്ടുകൊണ്ടൊരു നടപടിയിലേക്ക്, അതായത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ പോലീസും കടന്നിരിക്കുന്നത്. അതും കോടതിയുടെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ പോലീസിന് കൂടി കടക്കേണ്ടി വന്നത് എന്നതുകൂടി ഒരു സാഹചര്യം കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ പലതവണ ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നു കൊണ്ട് തന്നെ പോലീസ് ഈ പരാതിക്കാരനെ അവഹേളിക്കുന്ന രീതിയിലേക്കുള്ള സമീപനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന് കൂടി ഇപ്പോൾ ഒരു മറുപടി എന്ന വണ്ണമാണ് കോടതിയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. രോഹിണി, KSRTC ഡ്രൈവറോട് കയർത്ത സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കും എതിരെയാണ് കേസ്. KSRTC ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് FIRൽ മേയർക്കെതിരെ ഉള്ളത്.